I know my competitors. സ്റ്റെപ്പ് നമ്പർ 1, ഞാൻ എൻ്റെ കോമ്പറ്റീഷനെ കുറിച്ച് മുഴുവൻ പഠിച്ചു. 2, I know where they are good at. I know where they are good at. Number 3, I know where they are weak at. അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ എവിടൊക്കെയാണ് പോരായ്മയുള്ളത് എനിക്കറിയാം. I know their offers. അവരുടെ പ്രൊഡക്റ്റ് അവരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. I know gap in their offers. I know the gap in their offers. എന്തിനാ? I want to know where they are good at. കാരണം ഇഫ് യു വാണ്ട് ടു വിൻ ഓൾ ദ ബാറ്റിൽ, എനിക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു യുദ്ധം വിജയിച്ച പോലെ എല്ലാ യുദ്ധങ്ങളും എനിക്ക് വിജയിക്കണം. അതിന് ഐ വാണ്ട് ടു നോ അബൌട്ട് മൈ കോമ്പറ്റീറ്റർ. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇവർക്കാർക്കും എന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അതാണ് എനിക്ക് കയറിപ്പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്പീഡിൽ പോകാൻ പറ്റിയ. എന്തുകൊണ്ട്? ദേ ഓൾ നെഗ്ലക്റ്റഡ് മീ. അത് ചുമ്മാ അതിപ്പം അണയാൻ പോവാ, ആളിക്കത്തും സാറേ. കാരണം എന്താ? ഐ നോ മൈസെൽഫ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ തോപ്പിക്കണോ? ജസ്റ്റ് ഡു വൺ തിങ്, ലേൺ അബൌട്ട് മീ. എന്നെ കുറിച്ച് പഠിക്കുക. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പഠിക്കുക, ഞാൻ എപ്പോൾ എഴുന്നേൽക്കുന്നെന്ന് പഠിക്കുക, ഞാൻ ഏത് ബുക്ക് വായിക്കുന്നെന്ന് പഠിക്കുക, ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് പഠിക്കുക, ഞാൻ എപ്പോൾ കിടക്കുന്നെന്ന് പഠിക്കുക, ഞാൻ ആരൊക്കെയായിട്ട് സഹകരിക്കുന്നെന്ന് പഠിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററെ തോപ്പിക്കണോ? നോ മോർ എബൌട്ട് ദം. അവനെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ മതി. ഇത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇന്ന് ചെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ടു ബീറ്റ് യുവർ എനിമി ജസ്റ്റ് നോ യുവർ എനിമി. ടു ബീറ്റ് യുവർ എനിമി ജസ്റ്റ് നോ യുവർ എനിമി. നിന്റെ ശത്രുവിനെ തോപ്പിക്കാൻ അവനെക്കുറിച്ച് കൂടുതൽ അറിയുക. ഇതിൽ ചിലർ ഇരിപ്പുണ്ടായിരിക്കും, എന്നെ ഇഷ്ടമല്ലാത്ത, എൻ്റെ സംസാരം ഇഷ്ടമല്ലാത്ത, എൻ്റെ പ്രസൻറ്റേഷൻ ശൈലി ഇഷ്ടമല്ലാത്ത, എൻ്റെ ചില രീതികൾ ഇഷ്ടമല്ലാത്ത കുറച്ച് പേരുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, യു ഡോണ്ട് നീഡ് ടു ലൈക്ക് സംവൺ ടു ലേൺ ഫ്രം സംവൺ. ഒരാളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ അവരെ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. മൈ ടീം, ഒരു കാര്യം നിങ്ങൾക്കറിയോ, നിങ്ങൾക്കിഷ്ടമല്ലാത്ത ആളുകളിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുകൊണ്ട് അവനോട് ഇഷ്ടമല്ലാത്ത? ഒരസൂയി, അത്രയേ ഉള്ളൂ. നമ്മളെക്കാൾ അവൻ ഇച്ചിരി കൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കുശുമ്പ്. അപ്പം എന്താ ചെയ്യണ്ടേ? അവനെ ഇഷ്ടമല്ലെങ്കിലും അവനെ പഠിക്കണം. എന്തിനാ? അപ്പോൾ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. വെൻ യു ആർ നോട്ട് ലേണിംഗ് ഫ്രം ദ പീപ്പിൾ ഹൂ യു ഡോണ്ട് ലൈക്ക്, യു ആർ നോട്ട് ലേണിംഗ് എനിത്തിങ്. ശത്രുക്കളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. So, which means you don't have to like someone to learn from someone. നിനക്ക് നിന്റെ കോമ്പറ്റീറ്ററെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവനെക്കുറിച്ച് പഠിക്കാതിരിക്കരുത്. പഠിച്ചേ പറ്റൂ. Because this is business.